സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങവെ സംസ്ഥാനത്ത് 25,72,889 വോട്ടർമാർ പുറത്ത്. കരട് വോട്ടർ പട്ടിക 23-ന് പ്രസിദ്ധീകരിക്കും. ഒക്ടോബറിൽ SIR നടപടി തുടങ്ങിയപ്പോൾ പട്ടികയിലുണ്ടായിരുന്നവർ 2,78,59,855 പേരാണ്. കരട് പട്ടികയിൽ ഉണ്ടാവുക 2,52,86,966 പേരാകും. 25 ലക്ഷം വോട്ടർമാരെ കണ്ടെത്താൻ ആയില്ലെന്ന് ചീഫ് ഇലക്ഷൻ ഓഫീസർ രത്തൻ ഗേൽക്കറാണ് അറിയിച്ചത്. സംസ്ഥാനത്തെ SIR നടപടിക്രമങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഗേൽക്കർ. CPM-ഉം കോൺഗ്രസും ലീഗും ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികൾ അതിശക്തമായ എതിർപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. പട്ടികയിൽ 6.44 വോട്ടർമാർ മരിച്ചതായും 8.19 ലക്ഷം വോട്ടർമാർ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിയതായും കണ്ടെത്തി. ഇരട്ട വോട്ടുള്ള 1.31 ലക്ഷം പേരെയാണ് ഒഴിവാക്കിയത്. 7.12 ലക്ഷം പേരുടെ വിശദാംശങ്ങൾ ലഭ്യമല്ലെന്നും ഗേൽക്കർ പറഞ്ഞു. BLOമാർക്ക് ഫോമുകൾ നൽകാത്ത വോട്ടർമാർ ഉൾപ്പെടെയാണ് വിവരങ്ങൾ ലഭ്യമല്ലാത്ത വിഭാഗത്തിൽ ഉൾപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ടെത്താനാകാത്ത വോട്ടർമാരുടെ വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും അതുവഴി ആളുകൾക്ക് അവരുടെ പേര് പരിശോധിക്കാൻ കഴിയും. ഈ വിവരം രാഷ്ട്രീയ പാർട്ടികളെയും അറിയിക്കും. കാസർഗോഡ്, കൊല്ലം, വയനാട് ജില്ലകളിൽ SIR പ്രക്രിയ പൂർത്തിയാക്കിയതായും ബാക്കിയുള്ള ജില്ലയിൽ ഉടൻ പൂർത്തിയാക്കുമെന്നും ഗേൽക്കർ പറഞ്ഞു. കഴിഞ്ഞ മാസം ആരംഭിച്ച SIR തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നീട്ടിയിരുന്നു. പുറത്താക്കപ്പെടുന്നവരിൽ കൂടുതൽ തിരുവനന്തപുരത്ത് 4,36,857. പുറത്താക്കുന്നവരുടെ പട്ടിക ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കരട് പട്ടികയിലുണ്ടെങ്കിലും 2002-ലെ പട്ടികയുമായി മാപ്പിംഗ് നടത്താനാവാത്തവർക്ക് തെളിവ് ഹാജരാക്കാൻ നോട്ടീസ് നൽകും. ബോധ്യപ്പെട്ടാൽ നിലനിർത്തും, അല്ലെങ്കിൽ ഒഴിവാക്കും. എന്യൂമറേഷൻ ഫോം ഡിജിറ്റലൈസേഷൻ ചെയ്യാൻ പറ്റാത്തവരിലൂടെ ഉൾപ്പെടെ പോയവർ 71,877, മരിച്ചവർ 6,44,547, കണ്ടെത്താൻ സാധിക്കാത്തവർ 7,11,958, സ്ഥിരമായി താമസം മാറിയവർ 8,19,346, ഇരട്ടിപ്പ് 1,31,530, മറ്റു കാരണങ്ങളാൽ ഉൾപ്പെടാത്തവർ 1,93,631 എന്നിങ്ങനെയാണ് പുറത്താക്കപ്പെടുന്നവരെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ ഗേൽക്കർ അറിയിച്ചു. അതേസമയം വോട്ടർ പട്ടികയിൽ നിന്ന് ഇത്രയധികം പേരെ ഒഴിവാക്കുന്നതിൽ BJP ഒഴികെയുള്ള പല രാഷ്ട്രീയ പാർട്ടികളും എതിർത്തു. പുറത്താക്കപ്പെടുന്നവരുടെ പട്ടിക കൈമാറണം, പരിശോധിച്ച് ഇവരെ ഉൾപ്പെടുത്താനുള്ള നടപടികൾക്ക് കൂടുതൽ സമയം നൽകണമെന്നും രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു. പട്ടികയിലെ ഇരട്ടിപ്പ് ഇപ്പോൾ കണ്ടെത്തിയതിലും കൂടുതലായിരിക്കാനാണ് സാധ്യത എന്ന് BJP പ്രതിനിധി JR പത്മകുമാർ പറഞ്ഞു. എന്യൂമറേഷൻ ഫോം തിരിച്ചു നൽകാൻ വിസമ്മതിച്ചവരുണ്ടെന്ന് പറയുന്നു. അംഗീകരിക്കാൻ കഴിയില്ലെന്ന് CPM നേതാവ് MV വിജയരാജൻ വ്യക്തമാക്കി. ഒഴിവാക്കിയവരുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തിയാക്കണം കരട് പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടത് എന്ന് കോൺഗ്രസ് നേതാവ് AK റഹ്മാൻ ആവശ്യപ്പെട്ടു.